വരാനിരിക്കുന്ന ഗുജറാത്ത് നിയമസഭാ ഇലക്ഷൻ സട്ട താജ ഒപ്പീനിയൻ പോൾ സർവേ 182 അംഗ ഗുജറാത്ത് നിയമസഭയിലേക്ക് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും ഗുജറാത്ത് ഭരിക്കുക? വീണ്ടും BJP തന്നെ ഭരിക്കുമോ അതോ ഭരണമാറ്റം സാധ്യമാകുമോ? ഏറ്റവും പുതിയ ഒപ്പീനിയൻ പോൾ സർവേ ഗുജറാത്തിലെ വിവിധ ജില്ലകളിലായി വിവിധ മുന്നണികൾ നേടാൻ സാധ്യതയുള്ള സീറ്റുകൾ. സർവേയിൽ ആദ്യം നോക്കുന്ന ജില്ല ഗാന്ധിനഗറാണ്. ഗാന്ധിനഗറിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസും 3 സീറ്റുകൾ വരെ BJPയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല കച്ചാണ്. കച്ചിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസും 4 സീറ്റുകൾ വരെ BJPയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഭാവ്നഗറാണ്. ഭാവ്നഗറിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസും 4 സീറ്റുകൾ വരെ BJPയും 1 സീറ്റ് AAPയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ജുനാഗഡ് ആണ്. ജുനാഗഡിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസും 2 സീറ്റുകൾ വരെ BJPയും 1 സീറ്റ് AAPയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ജാംനഗർ ആണ്. ജാംനഗറിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസും 3 സീറ്റുകൾ വരെ BJPയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല വഡോദരയാണ്. വഡോദരയിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസും 8 സീറ്റുകൾ വരെ BJPയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ബോട്ടാഡാണ്. ബോട്ടാഡിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 1 സീറ്റ് BJPയും 1 സീറ്റ് AAPയും നേടാനാണ് സാധ്യത. കോൺഗ്രസിന് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല പോർബന്ദറാണ്. പോർബന്ദറിൽ 1 സീറ്റാണുള്ളത്. ആ 1 സീറ്റ് BJP നേടാനാണ് സാധ്യത. കോൺഗ്രസിനോ AAPക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല ദേവ്ഭൂമി ദ്വാരകയാണ്. ദേവ്ഭൂമി ദ്വാരകയിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 1 സീറ്റ് കോൺഗ്രസും 1 സീറ്റ് BJPയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല സുരേന്ദ്രനഗറാണ്. സുരേന്ദ്രനഗറിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ കോൺഗ്രസും 4 സീറ്റുകൾ വരെ BJPയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല അമ്രേലിയാണ്. അമ്രേലിയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ കോൺഗ്രസും 2 സീറ്റുകൾ വരെ BJPയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല മോർബിയാണ്. മോർബിയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 1 സീറ്റ് കോൺഗ്രസും 2 സീറ്റുകൾ വരെ BJPയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല അഹമ്മദാബാദ് ആണ്. അഹമ്മദാബാദ് ജില്ലയിൽ 21 സീറ്റുകളാണുള്ളത്. 21 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ കോൺഗ്രസും 16 സീറ്റുകൾ വരെ BJPയും 1 സീറ്റ് AAPയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ആനന്ദാണ്. ആനന്ദിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ കോൺഗ്രസും 3 സീറ്റുകൾ വരെ BJPയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഖേദയാണ്. ഖേദയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസും 3 സീറ്റുകൾ വരെ BJPയും 1 സീറ്റ് AAPയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഡാങ് ആണ്. ഡാങ്ങിൽ 1 സീറ്റാണുള്ളത്. ആ 1 സീറ്റ് BJP നേടാനാണ് സാധ്യത. കോൺഗ്രസിനോ AAPക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല താപ്പിയാണ്. താപ്പി ജില്ലയിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റുകളും കോൺഗ്രസ് നേടാനാണ് സാധ്യത. BJPക്കോ AAPക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല നർമ്മദയാണ്. നർമ്മദയിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 1 സീറ്റ് BJPയും 1 സീറ്റ് AAPയും നേടാനാണ് സാധ്യത. കോൺഗ്രസിന് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല ഛോട്ടാ ഉദയ്പൂർ ആണ്. ഛോട്ടാ ഉദയ്പൂരിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസും 1 സീറ്റ് BJPയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല സൂറത്താണ്. സൂറത്തിൽ 16 സീറ്റുകളാണുള്ളത്. 16 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസും 11 സീറ്റുകൾ വരെ BJPയും 3 സീറ്റുകൾ വരെ AAPയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല പഞ്ച്മഹലാണ്. പഞ്ച്മഹലിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസും 3 സീറ്റുകൾ വരെ BJPയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ദാഹോദ് ആണ്. ദാഹോദിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ കോൺഗ്രസും 3 സീറ്റുകൾ വരെ BJPയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ബറോച്ചിയാണ്. ബറോച്ചിയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസും 2 സീറ്റുകൾ വരെ BJPയും 1 സീറ്റ് AAPയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല വൽസാദ് ആണ്. വൽസാദിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 1 സീറ്റ് കോൺഗ്രസും 4 സീറ്റുകൾ വരെ BJPയും നേടാനാണ് സാധ്യത.
അടുത്തതായി നോക്കുന്ന ജില്ല രാജ്കോട്ടാണ്. രാജ്കോട്ടിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസും 6 സീറ്റുകൾ വരെ BJPയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല നവസാരിയാണ്. നവസാരിയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് കോൺഗ്രസും 3 സീറ്റുകൾ വരെ BJPയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല മെഹ്സാനയാണ്. മെഹ്സാനയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ കോൺഗ്രസും 4 സീറ്റുകൾ വരെ BJPയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല പാട്ടനാണ്. പാട്ടനിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ കോൺഗ്രസും 1 സീറ്റ് BJPയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ബനസ്കാന്തയാണ്. ബനസ്കാന്തയിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ കോൺഗ്രസും 3 സീറ്റുകൾ വരെ BJPയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല സബർകാന്തയാണ്. സബർകാന്തയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസും 2 സീറ്റുകൾ വരെ BJPയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ആരവല്ലിയാണ്. ആരവല്ലിയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസും 1 സീറ്റ് BJPയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല മഹിസാഗറാണ്. മഹിസാഗറിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 1 സീറ്റ് കോൺഗ്രസും 2 സീറ്റുകൾ വരെ BJPയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഗിരി സോമനാഥാണ്. ഗിരി സോമനാഥിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസും 1 സീറ്റ് BJPയും നേടാനാണ് സാധ്യത. ഗുജറാത്ത് നിയമസഭയിലെ ആകെയുള്ള 182 സീറ്റുകളിൽ കോൺഗ്രസ് 66 സീറ്റുകൾ വരെയും BJP 106 സീറ്റുകൾ വരെയും AAP 10 സീറ്റുകൾ വരെയും നേടാനാണ് സാധ്യത.